ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന വിഷയത്തിൽ സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്താത്തതിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്ത്. 16 അക്കാദമിക് വിദഗ്ധരാണ് കത്ത് നൽകിയത്. BJP അനുഭാവമുള്ളവരാണ് കത്ത് നൽകിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. ഈ VC നിയമനത്തിനായി സുപ്രീംകോടതി നിർദ്ദേശിച്ച സെർച്ച് കമ്മിറ്റിയുടെ തലവൻ മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ UU ലളിതാണ്. അദ്ദേഹത്തെ കൂടാതെ ഗവർണറുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും നിർദ്ദേശിക്കുന്ന രണ്ടുപേരും കൂടെ ഉണ്ടാകും. ഇത് കൂടാതെ UGCയിൽ നിന്ന് ഒരു പ്രതിനിധിയെ കൂടി വെക്കണമെന്നൊരു ആവശ്യം നേരത്തെ ഉയർന്നുവെങ്കിലും സുപ്രീംകോടതി അത് അംഗീകരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള BJP അനുഭവമുള്ള 16 അക്കാഡമീഷ്യൻസ് ഇപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് UGC പ്രതിനിധിയെ ഉൾപ്പെടുത്താത്തത് അത് വൈസ് ചാൻസലർ നിയമനത്തെ തന്നെ അത് കാര്യമായി ബാധിക്കും, അതിൻ്റെ ഗുണത്തെ ബാധിക്കും. മാത്രമല്ല 2019 സുപ്രീം കോടതിയിലെ ചില വിധി അടക്കം ഇവർ പരാമർശിക്കുന്നുണ്ട്. അത് UGC പ്രതിനിധിയെ കൂടി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വൈസ് ചാൻസലർ നിയമനം നടത്താവൂ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയം വലിയ വിവാദമായപ്പോൾ സുപ്രീം കോടതി തന്നെയാണ് ഈ ഒരു പുതിയൊരു സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി നീക്കണമെന്നടക്കം മുഖ്യമന്ത്രിയുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ അടക്കം സുപ്രീം കോടതിയിൽ എത്തിയിരുന്നെങ്കിലും ആ വാദമൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ നീക്കവുമായി ഗവർണർ BJPയുടെ അനുഭാവമുള്ള അക്കാഡമീഷ്യൻസും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.